സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ അച്ചുചേച്ചി ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ഒരുപാട് ഓർക്കാറുണ്ട്. അതോർത്ത് കരഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ വീടിന്റെ നട്ടല്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ മോളെ, പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ആ, സച്ചിയായിരുന്നു മോളെ വന്നല്ലോ. വാ. അല്ല, ആയിഷ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. സച്ചിയേട്ടന്റെയും അർച്ചനടുത്തയുടെയും കല്യാണ ആൽബം ഞങ്ങൾ ആയിഷേച്ചിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് നന്നായി. ആൽബം എങ്ങനെയുണ്ട്? ആയിഷയ്ക്ക് ഇഷ്ടപ്പെട്ടോ? സച്ചി അർച്ചനയും സൂപ്പർ ജോഡിയല്ലേ? എന്തു പറ്റി മോളെ? ഇവന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അവന്തിക കോടതിയിൽ പോയി വിധിക്ക് സ്റ്റേ വാങ്ങി. എന്റെ ഈശ്വര, ഇനിയും കോടതി കയറി ഇറങ്ങണോ? എല്ലാം തിരിച്ചു കിട്ടിയത് സന്തോഷിച്ചതിന് ഇത്ര ആയുസ്സ ഉണ്ടായിരുന്നുള്ള ദൈവമേ. ഇതിലെത്ര വിഷമിക്കാനൊന്നും ഇല്ലമ്മേ. ഏതൊരു കേസിലായാലും തോൽക്കുന്ന കക്ഷിക്ക് മേൽക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാനും അപ്പീൽ കൊടുക്കാനും ഒക്കെ അവകാശമുണ്ട്. അവിടെയും ജയിക്കാന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോ കേസിന് ഒരുപാട് നീണ്ടുപോവോ? വക്കീല് തന്നെ അതിന് വേണ്ട ഏർപ്പാടുണ്ടാക്കിക്കോളും. നിങ്ങൾ ആരും ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഹൈക്കോടതിയിലും നമുക്ക് അനുകൂലമായിട്ട് മാത്രമേ കേസ് വരൂ. കാരണം എല്ലാ തെളിവുകളും സാക്ഷികളും നമുക്ക് അനുകൂലമാ. അതിൽ അനഘയുടെ മൊഴിയായി ഏറ്റവും പ്രധാനം. അതിനേക്കാൾ വലിയ സാക്ഷിമൊഴി ഇതുവരെ ഞാൻ വാദിച്ച ഒരു കേസിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവധികയ്ക്ക് നമ്മൾ അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. കുറച്ചുനാളും കൂടെ താമസിപ്പിക്കാൻ പറ്റും. വിധി സ്റ്റേ ആയ കാര്യം നിങ്ങളോട് വന്ന് പറയാൻ സച്ചിക്ക് ആകെ വിഷമം. അതുകൊണ്ടാ ഞാൻ കൂടി വന്നത്. അത് സാരമില്ല ഏട്ടാ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ ഇറങ്ങും അമ്മേ. മോള് വന്നതല്ലേ ഉള്ളൂ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഒന്നും വേണ്ട, പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാനും ഇറങ്ങാം. വക്കീലിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മ, ഞാനെന്നാ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴും വരണേ മോളെ. വരാം അമ്മ. അത് പിന്നെ ആയിഷയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതുപോലുള്ള ബന്ധമല്ലേ ഇപ്പൊ ഉള്ളത്. പോട്ടെ അമ്മ. പോയിട്ട് വാ മോളെ.